ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്നും ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. തട്ടുകട ചിക്കൻ ഫ്രൈ. അപ്പോൾ തട്ടുകട ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ തട്ടുകട ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? തട്ടുകട ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ലെഗ് പീസൊക്കെ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പീസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും ചേർക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ചേർത്താൽ മതിയാകും. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തട്ടുകട ചിക്കൻ ഫ്രൈയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വറ്റൽമുളകൊക്കെ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നതാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ്. അപ്പോൾ നമ്മൾ വലിയ ജീരകം പൊടിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇടണം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും മസാലയൊക്കെ നന്നായി യോജിച്ച് വരണം. അപ്പോൾ തട്ടുകടയിലൊക്കെ അവർ കളറിന് വേണ്ടിയിട്ട് റെഡ് കളറൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ചൂടായ എണ്ണയിലോട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. പിന്നെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഉൾവശമൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ എണ്ണ നല്ലവണ്ണം വേണം കേട്ടോ. ചിക്കൻ മുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണ ചേർക്കണം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു വശം ഇവിടെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലുമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് മസാല പിടിക്കും. പിന്നെ തട്ടുകട ചിക്കൻ ഫ്രൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ വറ്റൽമുളകും പെരുംജീരകമൊക്കെ നന്നായിട്ട് ചിക്കനുമ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനുമ്പോൾ നന്നായിട്ട് വറ്റൽമുളകും പെരുംജീരകവും ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും അവർ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും ഒരു തട്ടുകട ചിക്കൻ ഫ്രൈയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചെറുനാരങ്ങ, അതുപോലെ ഫ്രൈ ചെയ്ത കറിവേപ്പിൻ്റെ ഇല, ഫ്രൈ ചെയ്തെടുത്ത പച്ചമുളക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ വെച്ച് നമ്മുടെ ചിക്കൻ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്